വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ അധ്യായമായ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ നമുക്കറിയാം ക്യാഷ് ബുക്കിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ഒരു ക്യാഷ് ബുക്കിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് പെറ്റി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പെറ്റി ക്യാഷ് ബുക്കും ക്യാഷ് ബുക്കിന്റെ ഒരു ടൈപ്പ് ആണ് എന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? പെറ്റി ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെന്റ് വിച്ച് ആർ ടു സ്മോൾ ഓർ പെറ്റി എക്സ്പെൻസ്. ചെറിയ ക്യാഷ് പേയ്മെന്റുകൾ അല്ലെങ്കിൽ പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു പുസ്തകമാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ പേയ്മെന്റുകൾ, ചെറിയ ക്യാഷ് പേയ്മെന്റുകൾ അഥവാ പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന പുസ്തകമാണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെന്റ്സ് വിച്ച് ആർ ടു സ്മോൾ ഓർ പെറ്റി എക്സ്പെൻസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ക്യാഷ് പേയ്മെന്റുകൾ അഥവാ പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു ക്യാഷ് ബുക്ക് ആണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് പെറ്റി ക്യാഷർ ആണ്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ബൈ പെറ്റി ക്യാഷർ. പെറ്റി ക്യാഷർ എന്ന് പറയുന്ന എംപ്ലോയി ആണ്, തൊഴിലാളിയാണ്, ഒരു സ്റ്റാഫ് ആണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. പെറ്റി ക്യാഷർ ഹു വർക്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളർ ഓഫ് മെയിൻ ക്യാഷർ ഓർ ചീഫ് ക്യാഷർ. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മെയിൻ ക്യാഷറുടെ സൂപ്പർവിഷനിലും കൺട്രോളിലും നിയന്ത്രണത്തിലും വർക്ക് ചെയ്യുന്ന ഒരു ക്യാഷറാണ് പെറ്റി ക്യാഷർ. അപ്പൊ മെയിൻ ക്യാഷറുടെ തൊട്ടു താഴെയായിട്ട് വരുന്ന ഒരു സ്റ്റാഫാണ് പെറ്റി ക്യാഷർ. പെറ്റി ക്യാഷറുടെ ഡ്യൂട്ടി എന്താ? പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുക. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പെറ്റി എക്സ്പെൻസുകൾ, ചെറിയ ചെലവുകൾ, ചെറിയ ക്യാഷ് പേയ്മെന്റുകൾ റെക്കോർഡ് ചെയ്യലാണ് പെറ്റി ക്യാഷറുടെ ഡ്യൂട്ടി. പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെറ്റി എക്സ്പെൻസുകൾക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പണം കൊടുക്കും. 500 1000 രൂപയോ പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ പണം കൊടുക്കും എല്ലാ മാസവും. ഈ പണത്തിനെ നമ്മൾ വിളിക്കുന്ന, ഈ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ എല്ലാ മാസവും കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ടിനെ, ഫിക്സഡ് പ്രീഡിറ്റർമിൻഡ് എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഈ ഒരു സിസ്റ്റം പ്രകാരം, ഈ ഒരു രീതി പ്രകാരം പെറ്റി ക്യാഷർ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷർ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പൊ ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ എല്ലാ മാസവും പെറ്റി എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട്, പെറ്റി എക്സ്പെൻസുകൾക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെലവുകൾക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ ഒരു നിശ്ചിത തുക കൊടുക്കും, പണം കൊടുക്കും, ഒരു എമൗണ്ട് കൊടുക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇംപ്രസ്ഡ് എമൗണ്ട് എന്നാണ് വിളിക്കുക, ഇംപ്രസ്ഡ് എമൗണ്ട്. അപ്പൊ പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും ടേമുകൾ പഠിച്ചു വെക്കണം. പെറ്റി എക്സ്പെൻസ്, പെറ്റി ക്യാഷർ, ഇംപ്രസ്ഡ് എമൗണ്ട്, ഇംപ്രസ്ഡ് സിസ്റ്റം. ഈ 4 ടേമുകളും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളത്. Petty cash book is prepared for recording
cash payment which are too small or petty expense. പെറ്റി ക്യാഷ് ബുക്ക് എന്തിനാ തയ്യാറാക്കുന്നത്? ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെലവുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അഥവാ പെറ്റി എക്സ്പെൻസുകൾ, പെറ്റി ചെലവുകൾ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ക്യാഷ് ബുക്ക് ആണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക്. ഉദാഹരണം, A4 പേപ്പർ മേടിച്ചത്, ഒരു പെന്ന് മേടിച്ചത്, പെൻസിൽ മേടിച്ചത്, ഓഫീസ് ക്ലീൻ ചെയ്തത്, റീഫ്രഷ്മെന്റ് എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ബസ് ചാർജ് കൊടുത്തത്, ഇതൊക്കെ ഏതിലാ രേഖപ്പെടുത്തുക? ഇതൊക്കെ നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുക. ഇതിന്റെയൊക്കെ എക്സ്പെൻസിന്റെ എമൗണ്ട്, ഇതിന്റെയൊക്കെ ചെലവിന്റെ തുക ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പോ പെറ്റി എക്സ്പെൻസുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പുസ്തകമാണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് ആരാ തയ്യാറാക്കുന്നത്? പെറ്റി ക്യാഷർ ആണ്. പെറ്റി ക്യാഷർ ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? മെയിൻ ക്യാഷറുടെ കീഴിലാണ്. ഒരു ബിസിനസ്സിലുള്ള മെയിൻ ക്യാഷറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് പെറ്റി ക്യാഷർ. പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ പെറ്റി എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പണം കൊടുക്കും. ആ എമൗണ്ടിനെ, ആ പണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇങ്ങനെ പെറ്റി ക്യാഷർ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെറ്റി ക്യാഷ് ബുക്കിനെ പറ്റി ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റിനെ കുറിച്ചാണ്, അതിന്റെ സ്പെസിമെനെ കുറിച്ചാണ്. അപ്പൊ പെറ്റി ക്യാഷ് ബുക്കിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പെറ്റി ക്യാഷ് ബുക്കിന്റെ ആദ്യത്തെ കോളം എന്താണ് വരുന്നത്? എമൗണ്ട് റിസീവ്ഡ് കോളമാണ്. എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ മെയിൻ ക്യാഷർ ചീഫ് ക്യാഷർക്ക് എല്ലാ മാസവും കൊടുക്കുന്ന ഒരു നിശ്ചിത തുകയുണ്ടല്ലോ, അതിനെന്താ നമ്മൾ വിളിക്കുക? ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എമൗണ്ട് രേഖപ്പെടുത്താൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കോളമാണ് എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന പെറ്റി ക്യാഷ് ബുക്കിൽ ആദ്യത്തെ കോളം. അപ്പൊ പെറ്റി ക്യാഷ് ബുക്കിൽ ആദ്യത്തെ കോളമായ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്താ കാണിക്കുക? ഇംപ്രസ്ഡ് എമൗണ്ട് ആണ്. പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ കൊടുക്കുന്ന തുകയാണ് നമ്മൾ പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ ചെലവുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പണമാണ് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ കാണിക്കുക. പിന്നീട് വരുന്ന രണ്ടാമത്തെ കോളം എന്താണ്? ഡേറ്റ് കോളം. ഡേറ്റ് കോളത്തിൽ നമ്മൾ പെറ്റി എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷനുകളുടെ, ഇടപാടുകളുടെ ഡേറ്റ് എഴുതാനാണ് ഡേറ്റ് കോളം ഉപയോഗിക്കുന്നത്. അടുത്ത കോളം എന്താ? പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾക്ക് ഉണ്ടായ പെറ്റി എക്സ്പെൻസുകളുടെ പേരുകളാണ് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. ഉദാഹരണത്തിന് A4 പേപ്പർ ആണ് മേടിച്ചതെങ്കിൽ A4 പേപ്പർ എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കും. ഇനി ഓഫീസ് ക്ലീനിങ്ങിനാണ് ചെലവുണ്ടായതെങ്കിൽ ഓഫീസ് ക്ലീനിങ് എന്ന് പറഞ്ഞ് കാണിക്കും. ബസ് ഫെയർ, ബസ് ചാർജ് ആണ് ഉണ്ടായെന്ന് വെച്ചാൽ ബസ് ഫെയർ എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതും. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ പെറ്റി എക്സ്പെൻസുകളുടെ പേരുകളാണ് എഴുതുക. ആ എക്സ്പെൻസുകളുടെ പേരുകൾ എഴുതി വെക്കും. ഇനി വരുന്ന കോളമാണ് VN. VN എന്ന് പറഞ്ഞാൽ വൗച്ചർ നമ്പർ. ആ കോളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാനുണ്ടാവാറില്ല. പിന്നെ വരുന്ന കോളം എന്താണ്? ടോട്ടൽ പേയ്മെന്റ് കോളമാണ്. ടോട്ടൽ പേയ്മെന്റ് കോളം. ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ നമ്മൾ പെറ്റി എക്സ്പെൻസുകളുടെ തുകകളാണ് എഴുതുക. A4 ഉദാഹരണത്തിന് A4 പേപ്പർ മേടിച്ചതിന് 2 രൂപയായി. ആ 2 രൂപ നമ്മൾ ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ എഴുതും. അപ്പൊ ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ നമ്മൾ പെറ്റി എക്സ്പെൻസിന്റെ തുകകളാണ് കാണിക്കുക. ഇനി വരുന്ന കോളങ്ങൾ ഏതൊക്കെയാണ്? ഇടത്തോട്ട് വരുന്നത് എക്സ്പെൻസ് നെയിം, എക്സ്പെൻസ് നെയിം എക്സെട്ര. പെറ്റി എക്സ്പെൻസുകളുടെ, അതാത് പെറ്റി എക്സ്പെൻസുകളുടെ കോളങ്ങളാണ് എക്സ്പെൻസ് നെയിം എന്ന് പറയുന്ന ആ 2 കോളങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, പെറ്റി എക്സ്പെൻസിന് ഉദാഹരണമാണല്ലോ A4 പേപ്പർ മേടിച്ചത്. A4 പേപ്പർ മേടിച്ചതാണെങ്കിൽ അത് നമ്മൾ പെറ്റി എക്സ്പെൻസിലെ ടോട്ടൽ പേയ്മെന്റ് കോളം കഴിഞ്ഞിട്ട് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യും. ആ കോളത്തിന്റെ എക്സ്പെൻസ് നെയിം ഉള്ളിടത്ത് നമ്മൾ സ്റ്റേഷനറി എന്ന് കാണിക്കും. എന്നിട്ട് സ്റ്റേഷനറി കോളത്തിൽ നമ്മൾ ആ A4 പേപ്പറിന് ചെലവായ തുക നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്ന കോളത്തിലും എഴുതും. അപ്പൊ എക്സ്പെൻസ് കോളം കൊണ്ട്, എക്സ്പെൻസ് നെയിം എന്ന് പറയുന്ന കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ പെറ്റി എക്സ്പെൻസിന്റെ പേരുകളാണ് നമ്മൾ എഴുതി വെക്കുക. A4 പേപ്പർ ആണ് മേടിച്ചതെങ്കിൽ അത് സ്റ്റേഷനറിയുടെ കീഴിലാണ് വരിക. ബസ് ഫെയർ, ബസ് ചാർജ് ആണെങ്കിൽ നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് നെയിമിലുള്ളടത്ത് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയ കോളം ആക്കി എഴുതും. അപ്പൊ ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഉള്ളത്. ഇനി നമുക്ക് പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യൽ, അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുക ചെയ്യാന്നൊക്കെ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് 2016 മാർച്ച് പബ്ലിക് എക്സാമിന് 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇൻ എവരി ഓർഗനൈസേഷൻ എ ലാർജ് നമ്പർ ഓഫ് സ്മാൾ പേയ്മെൻറ്റ്സ് ഓഫ് റിപ്പീറ്റേറ്റീവ് നാച്ചർ ആർ ദർ. എല്ലാ സ്ഥാപനങ്ങളിലും ചെറിയ എക്സ്പെൻസുകൾ ഒരുപാടുണ്ടാവും. ചെറിയ സ്മാൾ പേയ്മെൻറ്റുകൾ, ചെറിയ പേയ്മെൻറ്റുകൾ, ആവർത്തിച്ച് വരുന്ന ചെറിയ പേയ്മെൻറ്റുകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. ടു റെക്കോർഡ് ദീസ് ആസ് എ സെപ്പറേറ്റ് ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ഈസ് കാൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. ഇങ്ങനെ വരുന്ന ചെറിയ പേയ്മെൻറ്റുകൾ, സ്മാൾ പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം താഴെ നമുക്ക് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്നീ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? നെയിം ദ പേഴ്സൺ ഹൂ പ്രിപ്പയർ ദിസ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ആളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ആളുടെ പേരെന്താണ്? പെറ്റി ക്യാഷറാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ പെറ്റി ക്യാഷറാണ്. അപ്പോൾ ഇത് എഴുതിയാൽ, പെറ്റി ക്യാഷർ എന്ന് എഴുതിയാൽ, ഓപ്ഷൻ എയുടെ ഉത്തരം പെറ്റി ക്യാഷർ എന്ന് എഴുതിയാൽ 1 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ഇംപ്രസ്ഡ് എമൗണ്ട്? എന്താണ് ഇംപ്രസ്ഡ് എമൗണ്ട്? എന്താണ് ഇംപ്രസ്ഡ് എമൗണ്ട്? മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എമൗണ്ട് എന്താണെന്ന് എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഓപ്ഷൻ സി, പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് നിഷ അസോസിയേറ്റ്സ് ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2000 അണ്ടർ അനലറ്റിക്കൽ ഫ്രം ഗിവൺ ദാറ്റ് ഇംപ്രസ്ഡ് എമൗണ്ട് ₹500. നമ്മളോട് നിഷ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ ജനുവരി 2020 മാസത്തിലെ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇംപ്രസ്ഡ് എമൗണ്ട് 500 രൂപയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് 3 കോളം തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ താഴെ. ഡേറ്റ് കോളം, ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻസ്, എമൗണ്ട് എന്ന് പറയുന്ന 3 കോളം തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ തന്ന പെറ്റി എക്സ്പെൻസുകൾ പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പെറ്റി എക്സ്പെൻസുകൾ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് കാണിക്കുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾ പെറ്റി ക്യാഷ് ബുക്കാണ് ചെയ്യാൻ പോകുന്നത്. പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. എമൗണ്ട് റിസീവ്ഡ് കോളം, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, VN കോളം, ടോട്ടൽ പേയ്മെന്റ്, എക്സ്പെൻസ് നെയിം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 3 തരം എക്സ്പെൻസുകളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് 3 എക്സ്പെൻസ് കോളം എഴുതിയിട്ടുണ്ട്. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന കോളം, റീഫ്രഷ്മെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസും, അതുപോലെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ള 3 തരം എക്സ്പെൻസ്. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസ്റ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ചായ, ജ്യൂസ്, കോഫി എന്നിവ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസിനെയാണ് എംപ്ലോയീസിന് ഇത്തരം സാധനങ്ങൾ, ഇത്തരം ഐറ്റംസ്, ചായ, കോഫി, ജ്യൂസ് എന്നിവ പോലുള്ള ഐറ്റംസ് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഒക്കെ റീഫ്രഷ്മെന്റ് എക്സ്പെൻസിലാണ് കാണിക്കുക. ട്രാവലിംഗ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബസ് ഫെയർ, ബസ് ചാർജ്, അത്തരം എക്സ്പെൻസുകളൊക്കെയാണ് നമ്മൾ, യാത്രാ ചെലവുകളൊക്കെയാണ് നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ കീഴിൽ എഴുതുക. അപ്പോൾ 3 തരത്തിൽ എക്സ്പെൻസിന്റെ കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, റീഫ്രഷ്മെന്റ്, അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസും. ആദ്യം നമുക്ക് ഈ പെറ്റി ക്യാഷ് ബുക്കിൽ ഇംപ്രസ്ഡ് എമൗണ്ട് കാണിക്കണം. ഇംപ്രസ്ഡ് എമൗണ്ട് കാണിക്കാൻ നമ്മൾ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിലാണ് 500 രൂപ കാണിക്കും. എന്നിട്ട് ഡേറ്റ് എഴുതും 1/1/2005, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇങ്ങനെയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് കാണിക്കുക. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളോട് ഇംപ്രസ്ഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇംപ്രസ്ഡ് എമൗണ്ട് നമ്മൾ ആദ്യം 500 രൂപ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിൽ എത്രയാണോ ഇംപ്രസ്ഡ് എമൗണ്ട് ഉള്ളത് ആ എമൗണ്ട് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതും. ഡേറ്റ്, ഇംപ്രസ്ഡ് എമൗണ്ട് കൊടുക്കുക എല്ലാ മാസവും 1-ാം തീയതിയാണ്. ഇവിടെ ജനുവരി മാസത്തിലെ പെറ്റി ക്യാഷ് ബുക്ക് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 1/1/2005 എഴുതിയിട്ട് ക്യാഷ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി. ഇനി നമുക്ക് പെറ്റി എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷനിൽ ആദ്യത്തെ പെറ്റി എക്സ്പെൻസ് എന്താണ് തന്നിരുന്നത്? പോസ്റ്റേജ് ആണ്. പോസ്റ്റേജ് എന്ന് പറയുന്ന പെറ്റി എക്സ്പെൻസ് ഉണ്ടായ ദിവസം 1/5/2005 അതുകൊണ്ട് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതി അതിനുശേഷം പോസ്റ്റേജ് എന്ന് പറഞ്ഞ് കാണിക്കുക. പോസ്റ്റേജിന്റെ പെറ്റി എക്സ്പെൻസിന്റെ തുക 15 രൂപ ആണ്. പോസ്റ്റേജ് എക്സ്പെൻസ് ഉണ്ടായത് 15 രൂപയാണ്.
പോസ്റ്റേജ് എക്സ്പെൻസിന്റെ എമൗണ്ട്, അത് ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിൽ കാണിച്ചു. അതിനുശേഷം നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് കോളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലും കാണിക്കണം. നമ്മൾ എക്സ്പെൻസുകൾ നമ്മൾ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിൽ കാണിച്ചതിന് ശേഷം അതാത് എക്സ്പെൻസ് നെയിമിന്റെ അണ്ടറിൽ, അതാത് എക്സ്പെൻസ് ഹെഡിന്റെ അണ്ടറിൽ നമ്മൾ ആ എക്സ്പെൻസിന്റെ തുക കാണിക്കണം. അപ്പൊ പോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ആ എക്സ്പെൻസിന്റെ ഡേറ്റ് എഴുതി, അതിനുശേഷം പർട്ടിക്കുലർ കോളത്തിൽ പോസ്റ്റേജ് എന്ന് പറയുന്ന പെറ്റി എക്സ്പെൻസിന്റെ നെയിം പോസ്റ്റേജ് എക്സ്പെൻസ് എന്ന് എഴുതി, ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ നമ്മൾ പോസ്റ്റേജിന് ഉണ്ടായ ചെലവായ 15 രൂപ എഴുതി, അതിനുശേഷം പോസ്റ്റേജ് എന്ന് പറയുന്ന ഹെഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു, എക്സ്പെൻസ് നെയിം ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിന്റെ തൊട്ട് താഴെയായിട്ട് 15 എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻസും എന്താണ്, അടുത്ത പെറ്റി എക്സ്പെൻസ് ഉണ്ടായ ഡേറ്റ് എന്താണ്? 10/1/2005 10/1/2005 ഉണ്ടായ എക്സ്പെൻസ് ഏതാണ്? റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ റീഫ്രഷ്മെന്റ് എന്ന് കാണിച്ചു. അതിനുശേഷം നമ്മൾ ടോട്ടൽ പേയ്മെന്റ്, റീഫ്രഷ്മെന്റ് എക്സ്പെൻസിന്റെ തുക എത്രയാണ്? 10 രൂപ. അപ്പോൾ ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ 10 രൂപ കാണിച്ചു. ഇനി ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ കാണിച്ചതിന് ശേഷം നമ്മൾ റീഫ്രഷ്മെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഹെഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിലും കാണിക്കണം 10 രൂപ. അപ്പൊ ടോട്ടൽ പേയ്മെന്റ് കോളത്തിലും കാണിക്കണം, അതാത് എക്സ്പെൻസിന്റെ കോളത്തിലും കാണിക്കണം. അപ്പൊ ഇത് 10-ാം തീയതിയിലെ റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത എക്സ്പെൻസ് എന്നാ ഡ്യൂ ആവുന്നത് 12-ാം തീയതിയാണ്. അതുകൊണ്ട് ഡേറ്റ് കോളത്തിൽ നമ്മൾ എഴുതുക 12/1/2005. എന്താണ് പെറ്റി എക്സ്പെൻസിന്റെ പേരെന്താണ് 12-ാം തീയതി ഡ്യൂ ആവുന്നത്? ബസ് ഫെയർ ആണ്. ബസ് കൂലി, ബസ് ഫെയർ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് ബസ് ഫെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബസ് ഫെയറിന്റെ എമൗണ്ട് എത്രയാണ്? 20 രൂപയാണ്. അത് ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ 20 രൂപ കാണിച്ചു. അതിനുശേഷം നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഈ ബസ് ഫെയർ, ബസ് കൂലി നമ്മൾ കാണിക്കുക. അതുകൊണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ 20 രൂപ കാണിച്ചു. അപ്പോൾ 12-ാം തീയതി ബസ് ഫെയർ എന്ന് പറയുന്ന പെറ്റി എക്സ്പെൻസ് ഉണ്ടായി. അതുകൊണ്ട് ഡേറ്റ് കോളത്തിൽ നമ്മൾ 12/1/2005 എഴുതിയിട്ട് ബസ് ഫെയർ എഴുതി, ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ 20 കാണിച്ചു. ആ എക്സ്പെൻസിന്റെ ബസ് ഫെയർ എന്ന് പറയുന്ന എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസിന്റെ കീഴിലാണ് വരിക. അതുകൊണ്ട് 20 രൂപ ട്രാവലിംഗ് എക്സ്പെൻസിനും കാണിച്ചു. ഇനി അതിനുശേഷം വരുന്ന പെറ്റി എക്സ്പെൻസ് എന്നാ ഡ്യൂ ആവുന്നത്? 15-ാം തീയതിയാണ്. അതുകൊണ്ട് ഡേറ്റ് കോളത്തിൽ നമ്മൾ എഴുതുക 15/1/2005. 11/1/2005 ഉണ്ടാകുന്ന എക്സ്പെൻസിന്റെ പേരെന്താ? കൊറിയർ ചാർജ് ആണ്. അതുകൊണ്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. കൊറിയർ ചാർജസ് പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ കൊറിയർ ചാർജസ് എന്ന് എഴുതി. എത്രയാണ് കൊറിയർ ചാർജസിന്റെ പെറ്റി എക്സ്പെൻസ്? 10 രൂപയാണ്. ഈ കൊറിയർ ചാർജസ് നമ്മൾ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിൽ 10 രൂപ കാണിച്ചതിന് ശേഷം കൊറിയർ ചാർജ് നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ അണ്ടറിലാണ്, കീഴിലാണ് വരിക. അതുകൊണ്ട് നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന കോളത്തിലും 10 രൂപ കാണിച്ചു. ഇനി അടുത്തതും ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക. അടുത്ത എക്സ്പെൻസ് എന്നാ ഡ്യൂ ആവുന്നത്? പെറ്റി എക്സ്പെൻസ് എന്നാ ഉണ്ടാവുന്നത്? 17/1/2005 അതുകൊണ്ട് ഡേറ്റ് കോളത്തിൽ എഴുതി 17/1/2005. പെറ്റി എക്സ്പെൻസിന്റെ പേരെന്താണ്? ടാക്സ് ഫെയർ, ടാക്സി ഫെയർ ആണ്. 17/1/2005 ഉണ്ടാവുന്ന എക്സ്പെൻസിന്റെ പേര് നമ്മൾ ടാക്സിക്ക് കൊടുത്ത കൂലിയാണ് ടാക്സി ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിലും കാണിക്കണം 20 രൂപ. ടാക്സി ഫെയർ ഏതിലാ വരിക? ട്രാവലിംഗ് എക്സ്പെൻസിലാണ് വരിക. അതുകൊണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിലും ടാക്സി ഫെയറിന്റെ ടാക്സിക്ക് കൊടുത്ത കൂലിന്റെ തുക നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിലും കാണിക്കണം. ഇനി അടുത്ത പെറ്റി എക്സ്പെൻസ് ഉണ്ടാവുന്നത് 19-ാം തീയതി. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക 19/1/2005. 19/1/2005 ഉണ്ടാവുന്ന എക്സ്പെൻസിന്റെ പേരെന്താണ്? സ്പീഡ് പോസ്റ്റ് ചാർജസ്. സ്പീഡ് പോസ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതി. അതിനുശേഷം സ്പീഡ് പോസ്റ്റ് ചാർജസിന്റെ തുകയായ 10 രൂപ ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ കാണിച്ചു. ഇത് ഇനി സ്പീഡ് പോസ്റ്റ് ചാർജ് പോസ്റ്റിലുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്തതിനു ശേഷം പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ അണ്ടറിൽ എക്സ്പെൻസിന്റെ നെയിമിന്റെ കീഴിൽ നമ്മൾ 10 രൂപ കാണിച്ചു. ഇനി അടുത്തത് എന്നാ വരുന്നത്? അടുത്ത പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി എക്സ്പെൻസുകൾ ഉണ്ടാവുന്ന ഡ്യൂ ആവുന്ന ദിവസം, പെറ്റി എക്സ്പെൻസ് ഉണ്ടായ ദിവസം 25-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതണം 25/1/2005. എന്താണ് 25/1/2005 ഉണ്ടായ പെറ്റി എക്സ്പെൻസിന്റെ പേര്? റീഫ്രഷ്മെന്റ് ആണ്. പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ റീഫ്രഷ്മെന്റ് എന്ന് കാണിച്ചു. പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എക്സ്പെൻസിന്റെ പേര് എഴുതി റിഫ്രഷ്മെന്റ്. ആ റിഫ്രഷ്മെന്റിന്റെ തുക എത്രയാണ്? 25 രൂപ. അത് ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ കാണിച്ചു. ഇനി നമ്മൾ ഈ റിഫ്രഷ്മെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ അണ്ടറിൽ കാണിക്കണം എത്രയാണ്. ഈ റിഫ്രഷ്മെന്റ് എന്ന് പറയുന്ന കോളം ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് റിഫ്രഷ്മെന്റ് എക്സ്പെൻസിന്റെ കീഴിൽ 25 രൂപ കാണിച്ചു. ഇനി അടുത്തത്
അടുത്ത പെറ്റി എക്സ്പെൻസ് ഉണ്ടാവുന്ന ഡേറ്റ് 30-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതണം 30/1/2005. 30/1/2005 ഉണ്ടാവുന്ന എക്സ്പെൻസിന്റെ പേര് എന്താ? പോസ്റ്റേജ് ആണ്. 30/1/2005 ഉണ്ടാവുന്ന എക്സ്പെൻസിന്റെ പേര്. അത് നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ ആദ്യം കാണിക്കണം. ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ കാണിച്ചു, 20 രൂപ കാണിച്ചു ആദ്യം. അതിനുശേഷം പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കണം. അപ്പൊ പെറ്റി എക്സ്പെൻസുകൾ ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ടോട്ടൽ പേയ്മെന്റ് കോളത്തിന്റെയും അതാത് എക്സ്പെൻസിന്റെ കോളത്തിന്റെയും മൊത്തം തുക കണ്ടെത്തണം. ടോട്ടൽ എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറയുന്ന കോളം കൂട്ടുമ്പോൾ നമുക്ക് 130 രൂപയാണ് കിട്ടുക. 130 രൂപയാണ് കിട്ടുക. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറയുന്ന കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 രൂപ എന്ന് കിട്ടും. റീഫ്രഷ്മെന്റ് എന്ന് പറയുന്ന കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 35 രൂപ എന്ന് കിട്ടും. 35 രൂപ. ഇനി ട്രാവലിംഗ് എക്സ്പെൻസിലെ 20 കൂട്ടിയാൽ നമുക്ക് 40 കിട്ടും. അപ്പൊ ട്രാവലിംഗ് എക്സ്പെൻസിൽ 40 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഈ 130 എന്നതിന്റെ അർത്ഥം എന്താ? ഈ ജനുവരി മാസം 2005 130 രൂപയാണ് പെറ്റി എക്സ്പെൻസ് ഉണ്ടായത്. പെറ്റി എക്സ്പെൻസുകൾക്ക് 130 രൂപയാണ് കൊടുത്തത്. ഇനി 130 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇംപ്രസ്റ്റ് എമൗണ്ട് 500 രൂപയുണ്ട്. ഈ 500 രൂപയിൽ നിന്നും 130 രൂപ പെറ്റി എക്സ്പെൻസുകൾക്ക് കൊടുത്തു. ബാക്കി എത്ര രൂപയുണ്ട്? 370. അതായത് 500 130 കുറച്ചാൽ 370 കിട്ടും. ഇത് ഇംപ്രസ്റ്റ് എമൗണ്ടിൽ ബാക്കിയുള്ള തുകയല്ലേ? അതിനെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ബാക്കി വരുന്ന തുകയെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഡേറ്റ് നമ്മൾ എഴുതും 31/1/2005. ആ മാസത്തിന്റെ അവസാനമാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടെത്തുക. ഇംപ്രസ്റ്റ് എമൗണ്ടിൽ ബാക്കി 370 രൂപയാണ് ഉണ്ടായിരുന്നത്. 500 രൂപ ഇംപ്രസ്റ്റ് എമൗണ്ട് ആയിരുന്നു. പെറ്റി എക്സ്പെൻസുകൾക്ക് 130 രൂപ ചെലവായി. അപ്പൊ 500 130 കുറച്ചപ്പോൾ നമുക്ക് 370 കിട്ടി. ഇനി നമുക്ക് ഇത് ടാലി ചെയ്യണം. പെറ്റി ക്യാഷ് ബുക്കിന്റെ എമൗണ്ട് റിസീവ്ഡ് കോളം, ടോട്ടൽ പേയ്മെന്റ് കോളം നമുക്ക് ടാലി ചെയ്യണം. എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ നമ്മൾ 500 എന്ന് എഴുതും. ടോട്ടൽ കോളത്തിൽ, ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ നമുക്ക് ഇപ്പൊ 130 370 കൂട്ടിയാൽ 500 കിട്ടും. ഇനി നമ്മൾ ഈ ബാലൻസ് ക്യാരി ഡൗൺ ഉള്ളത് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ ഈ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കോളത്തിലാണ് കാണിക്കുക. എത്രയാണ്? ബാലൻസ് ക്യാരി ഡൗൺ തന്നെയാണ് ബ്രോ ഡൗൺ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിൽ 370 രൂപ കാണിക്കും. ഡേറ്റ് നമ്മൾ അടുത്ത മാസത്തെ ഡേറ്റ് എഴുതും 1/2/2005. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് BD ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ 370 രൂപ കാണിക്കുക. ഇനി അടുത്ത മാസം പെറ്റി ക്യാഷ്യർക്ക് 500 രൂപയാകാൻ എത്ര രൂപയാണ് വേണ്ടത്? 500 രൂപയാണ് പെറ്റി ക്യാഷ്യർക്ക് മെയിൻ ക്യാഷ്യർ എല്ലാ മാസവും കൊടുക്കുന്ന തുക. ഈ ഒന്നാം മാസത്തിൽ, ജനുവരി മാസത്തിൽ 370 രൂപ ബാക്കിയുണ്ട്. ഇനി 500 രൂപ ആവണമെങ്കിൽ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് എത്ര രൂപ കൊടുക്കണം? 130 രൂപ കൊടുക്കണം. സെയിം ഡേറ്റിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യും. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ കാണിക്കും. ഇതിന്റെ അർത്ഥം ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതിയിട്ട് എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ 130 രൂപ കാണിച്ചതിന്റെ അർത്ഥം എന്താണ്? പെറ്റി ക്യാഷ്യർക്ക് മെയിൻ ക്യാഷ്യർ ഫെബ്രുവരി മാസത്തിൽ 2005 2-ാം മാസത്തിൽ 130 രൂപ പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 130 രൂപ കൊടുത്തു എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കലും പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ പെറ്റി എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യലും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.